ഒന്നാം ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗമെന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൂന്നാം ഭാഗത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗം എന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൂന്നാം ഭാഗത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം കിട്ടിയവരെന്ന് കമന്റ് ചെയ്തേ. അറിയോ ആർക്കെങ്കിലും? എടാ, അംബേദ്കർ തന്നെയാണ്, ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗമെന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൂന്നാം ഭാഗത്തെ പറഞ്ഞത് അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത്, മൗലിക കടമകളെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. മൗലിക കടമകളെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന സപ്രൂവ് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടു. മൂന്നാമത്തെ പ്രസ്താവന 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയെ ഉൾപ്പെടുത്തി. നാലാമത്തെ പ്രസ്താവന 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇതില് ശരിയായിട്ടുള്ളതാണ് കമന്റ് ചെയ്യണത്. കമന്റ് ചെയ്തേ. ഓക്കെ, ഇതിൽ ഏതൊക്കെയാ ശരിയായിട്ടുള്ളത് പിള്ളേരെ? ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യടാ, ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യും. 3ഉം 4 മാത്രമല്ലേ ശരിയായിട്ടുള്ളൂ. നിങ്ങൾ നേരെ വായിച്ച് ചെയ്തേ. ഭാഗം 4ലാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നേ? മൗലിക കടമകൾ ഭാഗം 4ലാണോ? 4ലല്ല. ഓക്കെ, ഏതിലാ ഉൾപ്പെടുത്തിയിരിക്കുന്നേ? ഇതൊരു കമന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക്. കമന്റ് ഇടാത്തതാണോ? ഒരു സെക്കൻഡ് ഇടാം. നെറ്റ്വർക്ക് സ്ലോ ആണെന്ന് തോന്നുന്നു. മഴ വൈഫൈയാണ്. ഓക്കെ, എടാ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നേ? 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്മിറ്റി വരുന്ന സമയത്ത് ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് അല്ലേ? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കമ്മിറ്റി ചെയ്തത്. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും തെറ്റല്ലേ? അത് രണ്ടും തെറ്റാണ്. അത് രണ്ടും തെറ്റാണ്. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ളത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തി, അത് ശരിയാണ്. 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അതായത് ആദ്യം നിലയിൽ വരുന്ന സമയത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നുള്ളൂ? കുട്ടികളെ? 10 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. നിലയിൽ വരുന്ന സമയത്ത് 10 എണ്ണം ഉണ്ടായിരുന്നത് പിന്നെ എത്ര എണ്ണമായി മാറി? 11 എണ്ണമായി മാറി. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ഓക്കെ, കമന്റ് ചെയ്തോളൂ. പിള്ളേരെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 29-ലും 30-ലുമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം, ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത്. ഏതിലാണ്? 29, 30-ലുമാണ് അല്ലെ? 29, 30-ലുമാണ് വരുന്നത്. 29, 30-ലുമാണ് എന്ത് വരുന്നത്? ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഓക്കെ, വിദ്യാഭ്യാസവും അതുപോലെ സാംസ്കാരികപരവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 29 വരും. ആർട്ടിക്കിൾ 29 വരും. ഓക്കെ, ശരി. എനിക്ക് കമന്റ് കറക്റ്റ് വരുന്നില്ല. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് വരാമേ. ശരി. അടുത്ത 4ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ഭരണഘടന കടം കൊണ്ട ആശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ, എ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാല് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അമേരിക്ക, CAG അമേരിക്ക, സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ, കൺകൺ ലിസ്റ്റ് ഓസ്ട്രേലിയ. ഓക്കെ, ഇതിൽ തെറ്റായത് ഏതെന്ന് കമന്റ് ചെയ്തേ. തെറ്റായത് പിള്ളേരെ ഓപ്ഷൻ ബി ആണ്, CAG. കടമെടുത്തിരിക്കുന്ന എവിടെന്നാ? CAG കടമെടുത്തിരിക്കുന്ന എവിടെന്നാ?
പിള്ളേർ CAG കടമെടുത്തിരിക്കുന്ന ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. CAG കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് CAG കടമെടുത്തിരിക്കുന്നത്. CAG എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്, ബ്രിട്ടനാണ്. അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഓക്കെ, അടുത്ത 5ാം ചോദ്യം. എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? സൗദി അറേബ്യ, ബ്രിട്ടൻ, ബ്രസീൽ, ഇസ്രായേൽ ആണ് ഓപ്ഷൻ. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഏതാ വരുന്നേ? എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പിള്ളേരെ ഓപ്ഷൻ സി ബ്രസീലാണ്. ഓപ്ഷൻ സി ബ്രസീലാണ് ആൻസർ. ബാക്കി 3 എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഉള്ളത്. എന്നാൽ ബ്രസീൽ എന്താണ്? ബ്രസീൽ എഴുതപ്പെട്ട ഭരണഘടന ഉള്ളത്. ബ്രസീൽ എഴുതപ്പെട്ട ഭരണഘടന ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത ഇത് SCRL-ഉള്ളതാ. SCRL കൊടുത്തിട്ടുണ്ട്, ഭരണഘടനയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ പറയുന്ന പോയിന്റ് ആണ്. അടുത്ത, ബജറ്റ് രേഖകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി കേരള ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ബജറ്റ് രേഖകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി കേരള ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷന്റെ പേരെന്താണ് ചോദ്യം. 4 ഓപ്ഷനും വായിച്ചിട്ട് ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. കേരള ബജറ്റ്, ഗ്രീൻ ബജറ്റ്, മലബാർ ബജറ്റ്, നവകേരള ബജറ്റ്. കുട്ടികളെ ഓപ്ഷൻ എ കേരള ബജറ്റാണ്. കേരള ബജറ്റാണ് ആൻസർ. ബജറ്റ് രേഖകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി കേരള ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ആണ് കേരള ബജറ്റ് കേട്ടോ. കേരള ബജറ്റ് ആണ് ആൻസർ, കേരള ബജറ്റ്. ഓക്കെ, അടുത്ത്, ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ചോദ്യം. ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ചോദ്യം. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി ആംബെക്സ് 2023. ആംബെക്സ് 2023 ഓപ്ഷൻ ഡി ആണ്. സ്പെല്ലിംഗ് നോക്കിക്കോണം. AMPHEX ആണ് കേട്ടോ. ആംബെക്സ് 2023. ആംബെക്സ് 2023 ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത്, 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി. 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ജയ്പൂർ, കൊഹിമ, ഭോപ്പാൽ, വഡോദര. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഏതാണ് ആൻസർ? 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി. പിള്ളേരെ ഓപ്ഷൻ സി ഭോപ്പാലാണ് ആൻസർ. ഭോപ്പാലാണ് ആൻസർ. ഓപ്ഷൻ സി ഭോപ്പാലാണ്. 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഭോപ്പാലാണ്. ഓപ്ഷൻ സി ഭോപ്പാലാണ്. ഭോപ്പാല്. ഓക്കെ, മറക്കരുത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 9ാം ചോദ്യം. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദ്യം. പി സുനിൽകുമാർ, എബ്രഹാം കോഷ്ടി, ജയേഷ് ജോർജ്, സന്ദീപ് കുമാർ. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. ഇപ്പോഴത്തെ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാ? ഓപ്ഷൻ എ വി സുനിൽകുമാർ ആണ്. വി സുനിൽകുമാർ. ഓപ്ഷൻ എ വി സുനിൽകുമാർ ആണ് ആൻസർ. സുനിൽകുമാറാണ് ആൻസർ ആയിട്ട് വരുന്നത്. വി സുനിൽകുമാർ ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇതാളുടെ മൈക്ക് ഓൺ ആണ്. ഓക്കെ, ശ്രദ്ധിക്കും. ഏത് രാജ്യത്തെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ്? ഏത് രാജ്യത്തെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ് എന്നാണ് ചോദ്യം. അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ചൈന. ഓക്കെ, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. പ്രീവിയസ് ചോദ്യമാണ്. കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? ഏതാണ് ആൻസർ കുട്ടികളെ? ഓപ്ഷൻ സി റഷ്യയാണ്. ഓപ്ഷൻ സി റഷ്യയാണ് ആൻസർ. ഓപ്ഷൻ സി റഷ്യയാണ് അതിന്റെ ആൻസർ ആണ്. റഷ്യൻ ആൻസർ കേട്ടോ. ഓക്കെ, വാഗ്നർ ഗ്രൂപ്പ് ഏത് സ്ഥലത്ത് നിന്ന് ഇട്ട് കഴിഞ്ഞാൽ, ഏത് രാജ്യത്ത് നിന്ന് ഇട്ട് കഴിഞ്ഞാൽ റഷ്യയാണ് ആൻസർ. അടുത്ത്, 2022 ഡിസംബറിൽ സ്ഥാനമേറ്റ ഇന്ത്യൻ വംശജനായ അയർലൻഡ് പ്രധാനമന്ത്രി ആരാണ്? 2022 ഡിസംബറിൽ സ്ഥാനമേറ്റ ഇന്ത്യൻ വംശജനായ അയർലൻഡ് പ്രധാനമന്ത്രി ആരെന്നാണ് ചോദ്യം. മൈക്കൽ മാർട്ടിൻ, ലിയോ വരാഡ്കർ, ബ്രയാൻ കോവൻ, എന്താ കെന്നി. നല്ല പേര്, എന്താ കെന്നി. എന്താ മോനെ. ശരി. ഓക്കെ, ഉത്തരം കിട്ടിയ കമന്റ് ചെയ്തേ.
ആരാ ആൻസർ? പിള്ളേരെ ഓപ്ഷൻ ബി ലിയോ വരാട്കർ ആണ് കേട്ടോ. ലിയോ വരാട്കർ ആണ് ആൻസർ. ലിയോ. ഓക്കെ, ലിയോ സിനിമയൊക്കെ കണ്ടാ നിങ്ങള്? ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. അടുത്ത 12ാമത്തെ ചോദ്യം. കാഴ്ച പരിമിതരുടെ മൂന്നാമത് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം. കാഴ്ച പരിമിതരുടെ മൂന്നാമത് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം. 5 മിനിറ്റ് മുമ്പുള്ള കമന്റ് ഒക്കെ എനിക്ക് ഇപ്പോഴാണ് വരുന്നത്. കമന്റ് എനിക്ക് ഓർഡർ ആയിട്ടില്ല വരുന്നത്, ഇങ്ങനെ സോർട്ട് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ശരി. എന്താ നിങ്ങൾ കമന്റ് ചെയ്യാൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുപേരുടെ കമന്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുപേരുടെ കമന്റ് ഇങ്ങനെ സോർട്ട് ആയൊക്കെയാണ് വരുന്നത് കേട്ടാ. ഓക്കെ, ശരി. കാഴ്ച പരിമിതിയുടെ മൂന്നാമത് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാ പിള്ളേരെ? നെറ്റ് എല്ലായിടത്തും പ്രശ്നമാണെന്ന് തോന്നുന്നു, മഴയായോണ്ടേ. പിള്ളേരെ ഓപ്ഷൻ ഡി ഇന്ത്യ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇന്ത്യ ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഇന്ത്യ ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ഇന്ത്യ ആണ്. ഓക്കെ, അടുത്ത് പാസ്പോർട്ടുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? പാസ്പോർട്ടുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. ഏതാണ് പാസ്പോർട്ടുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം? ഓപ്ഷൻ എ കേരളമാണ് ആൻസർ. ഓപ്ഷൻ എ കേരളമാണ് ആൻസർ. അത് എളുപ്പമല്ലേ, കേരളത്തിലുള്ള ആൾക്കാരല്ലേ പാസ്പോർട്ട് എടുത്തിട്ട് കേരളം വിട്ടു പോകുന്നത്. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ. അപ്പൊ അങ്ങനെ ഓർത്തുന്നത് പാസ്പോർട്ടുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തിന്റെ സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ, കേരളത്തിൽ എല്ലാവരും പോകുന്നു. അടുത്ത ചലച്ചിത്ര സംവിധായകൻ സച്ചിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിച്ചുപോയ സംവിധായകനില്ലേ, അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ കവിതാ പുരസ്കാരം ലഭിച്ച ആർക്കെന്നാണ് ചോദ്യം. നാരായണപിള്ള, ഗായത്രി അശോകൻ, സുധീഷ് കോട്ടമ്പ്രം, സുധീർ എസ്. ആരാണ് ഇതിൽ ആൻസർ? വായിച്ചു കാണുന്നത് എവിടെയെങ്കിലും കണ്ട ബേസില്? അവിടെ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സുധീഷ് കോട്ടമ്പ്രമാണ് കേട്ടാ. സുധീഷ് കോട്ടമ്പ്രമാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി സുധീഷ് കോട്ടമ്പ്രമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സി ആണേ. ശരി. അടുത്ത് 2022 ഡിസംബറിൽ UN ജൈവ വൈവിധ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? 2022 ഡിസംബറിൽ UN ജൈവ വൈവിധ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? വാഷിംഗ്ടൺ DC, മോൺട്രിയോള്, ബാലി, ലോസ് ആഞ്ചലസ് ഒക്കെയാണ് ഓപ്ഷനിലുള്ളത്. ഓക്കെ, ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ജൈവ വൈവിധ്യ സമ്മേളനം 2022 ഡിസംബറിലെ വേദിയായ നഗരം. വളരെ ഓപ്ഷൻ ബി മോൺട്രിയോൾ ആണ് കേട്ടോ. മോൺട്രിയോൾ ആണ് ആൻസർ കേട്ടോ. മോൺട്രിയോൾ ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് മോൺട്രിയോൾ ആണ് ആൻസർ കേട്ടോ. മോൺട്രിയോൾ, ഓപ്ഷൻ ബി മോൺട്രിയോൾ. ഓക്കെ, അടുത്ത ചോദ്യം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ ദേശീയോദ്യാനം. പ്രീവിയസ് ചോദ്യമാണത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ ദേശീയോദ്യാനം. സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, പാമ്പാടൻ ചോല, ഇരവികുളം. ഓക്കെ, ഏതാണ് ഇതിൽ ആൻസർ? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ ദേശീയോദ്യാനം ഏതാ കുട്ടികളെ? ഓപ്ഷൻ എ സൈലന്റ് വാലിയാണ്. ഓപ്ഷൻ എ സൈലന്റ് വാലിയാണ് ആൻസർ. ഓപ്ഷൻ എ സൈലന്റ് വാലിയാണ് ആൻസർ. ഓക്കെ, അതായത് നിങ്ങൾ ആരൊക്കെയോ നേരത്തെ ചെയ്ത കമന്റുകൾ ഇപ്പോഴൊക്കെയാണ് വരുന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ, ശരി. എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർ ചെയ്യുന്ന കമന്റുകൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ബാക്കിയെ കറക്റ്റ് വരുന്നുണ്ട്. ബ്രിട്ടനൊക്കെ ഇപ്പൊ മനുവിന്റെ ബ്രിട്ടനൊക്കെ ഇപ്പൊ വന്നേ ഉള്ളൂ. ഏത് ബ്രിട്ടൻ ഏതായിരുന്നു? നാട്ടില്ല, ഇല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ CAG കടമെടുത്തത്. അതിന് ഗൂഗിൾ മീറ്റിൽ വല്ല ചാത്തനം കയറി തന്നെയുണ്ടോ? CAG ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം അറിയപ്പെടുന്ന പേര്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ആസ്ഥാനം അറിയപ്പെടുന്ന പേരെന്താണ് ചോദ്യം. വികാസ് ഭവൻ, സാഗർ റാണി, മത്സ്യബെഡ്, മത്സ്യപുരി. ഓക്കെ, കമന്റ് ചെയ്തേ. ഏതാണ് ആൻസർ? മൈക്കോണം, അത് റിമൂവ് ചെയ്താൽ കാണാം. ആ പേര് നോക്കിയത്. ഓക്കെ, ഇപ്പൊ ഓഫ് ആയിരുന്നു.
ശരി എടാ, എന്താണ് ആൻസർ? വികാസ് സോനക്കാട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനമാണ് മത്സ്യപുരി. ഇത് എവിടെയാണ് ഈ സ്ഥലം എന്നറിയോ? ഇത് ആസ്ഥാനം കൊച്ചിയിലാണ് ആസ്ഥാനം കേട്ടോ. ആസ്ഥാനം കൊച്ചിയിലാണ് ആസ്ഥാനം. ഓക്കെ, ആ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് മത്സ്യപുരിയാണ് കേട്ടോ ആൻസർ, മത്സ്യപുരി. അപ്പൊ ആ രണ്ട് ചോദ്യം പഠിക്കുന്നുണ്ട് നമ്മളോട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം അത് കൊച്ചിയിലാണ്. ആസ്ഥാന മന്ദിരത്തിന്റെ പേര് മത്സ്യപുരി എന്നാണ് കേട്ടോ. മത്സ്യപുരി എന്നാണ് ആസ്ഥാന മന്ദിരത്തിന്റെ പേര്. ഓക്കെ, ശരി. അടുത്ത്, കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത് എവിടെയെന്നാണ് ചോദ്യം. മലപ്പുറം, എറണാകുളം, തൃശ്ശൂര്, തിരുവനന്തപുരം. ഓക്കെ, കമന്റ് ചെയ്തേ. സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത് എവിടെയാ? അത് സന്തോഷ് ട്രോഫി മത്സരത്തിനാണോ ഫൈനലിനാണോ മലപ്പുറം വേദിയായത്? സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത് എറണാകുളമാണ്. ഓപ്ഷൻ ബി എറണാകുളമാണ് ആൻസർ. കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത് ഓപ്ഷൻ ബി എറണാകുളമാണ്. ഫൈനലിന് വേദിയായതാണ് മലപ്പുറം കേട്ടോ. ഫൈനലിന് വേദിയായത് മലപ്പുറം, മാറിപ്പോയത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, മലപ്പുറമാണ് ഓപ്ഷനിലുള്ളത്. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കമന്റ് ചെയ്തേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി കൊല്ലമാണ് അല്ലേ? ഓപ്ഷൻ ബി കൊല്ലമാണ് ഇന്ത്യയിൽ ആദ്യത്തെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 20ാമത് ചോദ്യം, സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദ്യം. മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി, ചെന്നൈ. സെബിയുടെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദ്യം. കുട്ടികൾ കമന്റ് ചെയ്ത ഓപ്ഷൻ എ മുംബൈ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ മുംബൈ ആണ് ആൻസർ. ഓക്കെ, അടുത്ത, സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പൊയ്കെ ലോഹന്നാൻ, വേലുക്കുട്ടി അരയൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, K കേളപ്പൻ. കമന്റ് ചെയ്ത ഏത് ആൻസർ? സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയത് ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പനാണ് കേട്ടാ. ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ, കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇതെല്ലാം. അടുത്ത്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? K കേളപ്പൻ, P കൃഷ്ണപിള്ള, KP കേശവ മേനോൻ, പട്ടം താണുപിള്ള. ഇവിടെയൊക്കെയാണ് ഓപ്ഷനിലുള്ളത്. ഒന്ന് കമന്റ് ചെയ്തേ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? അതാണ് ചോദ്യം. വളരെ ഓപ്ഷൻ ഡി പട്ടം താണുപിള്ളയാണ് ആൻസർ. ഓപ്ഷൻ ഡി പട്ടം താണുപിള്ളയാണ് ആൻസർ. ഓക്കെ, അടുത്ത, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതൊക്കെയെന്നാണ് ചോദ്യം. കയ്യൂർ സമരം 1941 മാർച്ച് 28, വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30, വാഗൺ ട്രാജഡി 1920 നവംബർ 10, തോൽവിറക് സമരം 1946 നവംബർ 15. ഓക്കെ, ഇതില് തെറ്റായ ജോഡി ഏതൊക്കെയെന്നാണ് ചോദ്യം. നമുക്ക് ഇത്രയും കാലം വർഷം ചോദിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡേറ്റ് ഇട്ട് പറയുന്നുണ്ട്. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ഏതാണ് ആൻസർ? പിള്ളേരെ, ഇവിടെ ആൻസർ വരുന്നത് ബി ഓപ്ഷൻ ആണ്. അതായത് 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് കയ്യൂർ സമരം 1941 മാർച്ച് 28 ശരിയാണ്. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ശരിയാണ്. എന്നാൽ വാഗൺ ട്രാജഡി 1920 നവംബർ 10 കൊടുത്തിരിക്കുന്നത്. അവിടെ ആൻസർ വരേണ്ടത് 1921 നവംബർ 10 വരേണ്ടത്. 21 വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ 20 കൊടുത്തിരിക്കുന്നത് അത് തെറ്റായി മാറി. തോൽവിറക് സമരം 1946 നവംബർ 15 ശരിയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. തോൽവിറക് സമരം ഏത് സംസ്ഥാനത്താണ് നടന്നേ? ഏത് ജില്ലയിലാണ് നടന്നേ? തോൽവിറക് സമരം ഏത് ജില്ലയിലാണ് നടന്നേ?
നമ്മൾ ഇന്നലെ പഠിച്ചില്ല. തോൽവിറക്ക് കാസർഗോഡ്, തോൽവിറക്ക് കാസർഗോഡാണ് കേട്ടോ. തോൽവിറക്ക് സമ്മേളനം നടന്നത് കാസർഗോഡിലാണ്. അടുത്ത്, യുക്തിവാദം ഒരു മതമല്ല, യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവ് സ്വീകരിക്കാനുള്ള മനോഭാവമാണ്. യുക്തിവാദം ഒരു മതമല്ല, യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവ് സ്വീകരിക്കാനുള്ള മനോഭാവമാണ്. ആരുടെ വാക്കുകൾ? ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, പൊയ്കൈ ലോഹന്നാൻ. ആരാണ് ആൻസർ? കമന്റ് ചെയ്തേ. ഓക്കെ, ഉത്തരവുണ്ടോ? അവിടെ ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ യുക്തിവാദം ഒരു മതമല്ല, യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവ് സ്വീകരിക്കാനുള്ള മനോഭാവമാണെന്ന് പറഞ്ഞത് ആരാണ് കുട്ടികളെ? സഹോദരൻ അയ്യപ്പനാണ്. അയ്യപ്പൻ എന്ന് കേട്ടോണ്ട് ഉടനെ ഇദ്ദേഹമല്ല, ഇദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു ചിന്തിക്കരുത്. ഇദ്ദേഹമാണ് യുക്തിവാദം പ്രോത്സാഹിപ്പിച്ച വ്യക്തി കേട്ടോ. ക്ലിയർ ആണല്ലോ. അടുത്ത്, താഴെ കൊടുത്തതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചോദ്യം? ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? അദ്വൈത ചിന്താപദ്ധതി, മോക്ഷപ്രദീപ ഖണ്ഡനം, ശ്രീവിദ്യ ഭോഷണി, നിജാനന്ദ വിലാസം. ഓക്കെ, കമന്റ് ചെയ്തേ, കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? വളരെ ഓപ്ഷൻ സി ശ്രീവിദ്യാഭൂഷണിയാണ്. ശ്രീവിദ്യാഭൂഷണി. ഓക്കെ, കാരണം ശ്രീവിദ്യാഭൂഷണി എഴുതിയത് ആരാണ്? ശ്രീവിദ്യാഭൂഷണി എഴുതിയ ആരാ പിള്ളേരെ? ശ്രീവിദ്യാഭൂഷണി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ശ്രീവിദ്യാഭൂഷണി എഴുതിയ ആരാണ് കുട്ടികളെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ശ്രീവിദ്യാഭൂഷണി എഴുതിയത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ശ്രീവിദ്യാഭൂഷണിയാണ് വരുന്നത്. ഓക്കെ, അടുത്ത്, താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണ് ചോദ്യം? പഴശ്ശി സ്മാരകം കണ്ണൂര്, പഴശ്ശി മ്യൂസിയം മാനന്തവാടി, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി ഡാം കോഴിക്കോട്. ഓക്കെ, ശരി, ആൻസർ കമന്റ് ചെയ്തേ. ശരി ഏതാണ് ചോദ്യം? ശരി. അവിടെ പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി ഗുഹ മലപ്പുറമാണ് ഇത് ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മളിത് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ ഗുഹ ഗുഹ കാണപ്പെടുന്ന മലയിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലയിലാണ് ഗുഹ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടി. ഓക്കെ, പലർക്കും ഇത് അറിയാത്ത കാര്യം. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം എവിടെ കുട്ടികൾ? പഴശ്ശി മ്യൂസിയം, പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് കേട്ടോ. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്, കോഴിക്കോട്. ഓക്കെ, കോഴിക്കോടാണ്. ഇനി അടുത്ത പഴശ്ശി ഡാം എവിടെയാ? പഴശ്ശി ഡാം എവിടെയാ? പഴശ്ശി ഡാം കണ്ണൂരാണ് കേട്ടോ. കണ്ണൂര് പഴശ്ശി ഡാം കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ് പഴശ്ശി ഡാം. പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് കേട്ടോ. പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് കേട്ടോ. ഓക്കെ, ഇതിനൊക്കെ കണക്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല, എന്റെ കണക്ഷൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് കിട്ടുമെന്നോ? ഈ കോഴിക്കോട്, അത് ഓർത്തിരിക്കാനായിട്ട് കോഴിക്കോട് പോലത്തെ കേട്ടാ, കോഴിക്കോട് പോലത്തെ മ്യൂസിയം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ദൈവമേ, പഴശ്ശിരാജയുടെ ഫാൻസ് ആരെയും കേൾക്കണേ എന്നെ വിട്ടുമല്ലോ. കോഴിക്കോട് പോലത്തെ മ്യൂസിയം ഓർത്ത് വെച്ചാൽ മതി. നമ്മളെ പണ്ടേ കളിയാക്കി പറയത്തില്ലേടാ, ഈ കോഴിക്കോട് പോലത്തെ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കി പറയത്തില്ലേ പണ്ടത്തെ? ഇപ്പൊ നമ്മൾ പറയത്തില്ല, അവന്റെ വീട് കാണണം, കോഴിക്കോട് ചെറിയ വീടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറില്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ സ്മരണ മനസ്സിലല്ലേ ഉണ്ടാവേണ്ടത്? സ്മരണ മനസ്സിലല്ലേടാ ഉണ്ടാവേണ്ടത്? മനസ്സിലാണ് സ്മരണ വരേണ്ടത്. അപ്പൊ സ്മാരകം മാനന്തവാടി. ഓക്കെ, മറ്റത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗുഹ മലയിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ പഴശ്ശി ഡാം കണ്ണൂര്. ആ രീതിയിൽ ഓർത്തിരുന്നാൽ കിട്ടും കേട്ടോ. ആ രീതിയിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്തിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ എളുപ്പമാണ് വളരെ. ഓക്കെ, ശരി, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ അത്ര ഓർത്തിരിക്കുക. പഴശ്ശി ഡാം വളപട്ടണം നദിയിലാണ്. ഓക്കെ, കേട്ടാ. ശരി, അടുത്ത്, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, മഹാത്മാഗാന്ധി, കെ കേളപ്പൻ. ഏതാണ് ആൻസർ? അവിടെ ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റു ആണ്. ഏത് വർഷം എന്നറിയോ? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഏത് വർഷം എന്നറിയോ? ഏത് വർഷമാ? കമന്റ് ഭയങ്കര സ്ലോ നെറ്റ്വർക്ക്. 18 മിനിറ്റ് മുമ്പൊക്കെ ആരൊക്കെ കമന്റ് ചെയ്ത് ഇപ്പൊ കയറി വന്നിരിക്കണം.
1928 1928 ആൻസർ. 1928 എന്ത് നടന്നത് വളരെ പയ്യന്നൂരിൽ 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത്. സ്ഥലം പയ്യന്നൂരാണ്. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് ഇതും പ്രീവിയസ് ചോദ്യമാണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനായിരുന്ന ചോദ്യം. അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, തൈക്കാടയ്യ, സഹോദരൻ അയ്യപ്പൻ. ഏതാണ് ആൻസർ? കമന്റ് ചെയ്തേ. ആരാണ് കുട്ടികളെ? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ്. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ് ആൻസർ. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ് ആൻസർ. വൈകുണ്ഠസ്വാമി. അടുത്ത് 29 നിരഞ്ജനയുടെ ചിരസ്മരണ ഏത് സമരത്തെ ആസ്പദമാക്കിയുള്ള നോവലാണ്? നിരഞ്ജനയുടെ ചിരസ്മരണ ഏത് സമരത്തെ ആസ്പദമാക്കിയുള്ള നോവലാണ്? പുന്നപ്ര വയലാർ സമരം, കയ്യൂർ സമരം, കരിവെള്ളൂർ സമരം, പാലിയം സത്യാഗ്രഹം. നിരഞ്ജനയുടെ ചിരസ്മരണ ഏത് സമരത്തെ ആസ്പദമാക്കിയുള്ള നോവലാണ്? അവിടെ ഓപ്ഷൻ ബി കയ്യൂർ സമരമാണ്. ഓപ്ഷൻ ബി കയ്യൂർ സമരമാണ് കേട്ടോ. കയ്യൂർ സമരം. ഓക്കെ, ശരി. അവിടെ അടുത്ത ക്ലാസ്സിന് സമയമായി. 10 മിനിറ്റുകളിൽ 10 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അടുത്ത് 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രീവിയസ് ചോദ്യമാണ്. ആനി മസ്കറിൻ, ലളിതാംബിക അന്തർജനം, ആര്യ പള്ളം, അക്കമ്മ ചെറിയാൻ. ഏതാണ് ആൻസർ? ഏതാ പിള്ളേർ ആൻസർ? ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാനാണ്. ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാൻ ആൻസർ. ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാൻ. അടുത്ത് വൃക്കയിലെ കല്ല് രാസപരമായി ഡാഷ് ആണ്. കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സലേറ്റ്. വൃക്കയുടെ കല്ല് രാസപരമായി എന്തെന്നാണ് ചോദ്യം? കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സലേറ്റ് ആണ്. കാൽസ്യം ഓക്സലേറ്റ് ആണ് വൃക്കയിലെ കല്ല്. വൃക്കയിലെ കല്ല് കാൽസ്യം ഓക്സലേറ്റ് ആണ്. അടുത്ത് ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഏതാണ്? ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ, ബ്രാഡികാർഡിയ, ടാക്കികാർഡിയ. ഇതൊന്നുമല്ല. ഏതാണ് ആൻസർ? ഓക്കെ പിള്ളേരെ, ഓപ്ഷൻ ബി ബ്രാഡികാർഡിയാണ്. ഓപ്ഷൻ ബി ബ്രാഡികാർഡിയാണ്. ഓപ്ഷൻ ബി ബ്രാഡികാർഡിയാണ്. കുറയുന്നത് ബ്രാഡികാർഡിയയും കൂടുന്നത് 100-ൽ കൂടുന്നത് ടാക്കികാർഡിയ. കൂടുന്നത് ടാക്കികാർഡിയയും കുറയുന്നത് ബ്രാഡികാർഡിയമാണ് കേട്ടാ. കൂടുന്നത് ടാക്കികാർഡിയയും കുറയുന്നത് ബ്രാഡികാർഡിയമാണ്. ഓർത്തിരിക്കുക. ഓക്കെ, ശരി. അടുത്ത് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. വൈറ്റമിൻ B1, B2 അല്ല B3, വൈറ്റമിൻ B6, B5, പിന്നെ പെല്ലഗ്ര, പരസ്തേഷ്യ, ബെറിബെറി, അനീമിയ. ഓക്കെ, ഇതൊന്ന് ചേരുംപടി ചേർത്തേ. ഓക്കെ, ഏത് മറ്റേ ടാക്കികാർഡിയം ബ്രാഡികാർഡിയം ആണോ? അത് തിരിഞ്ഞു പോകുന്നു എപ്പോഴും. അത് ഈ കൂടി അറ്റാക്ക് വരുന്ന ഓർത്താൽ മതി. കൂടി അങ്ങ് അറ്റാക്ക് വരുമെന്ന് ഓർത്താൽ മതി. അപ്പൊ കൂടി ടാക്ക് കിട്ടും. കൂടുമ്പോ ടാക്ക്, കുറയണത് ബ്രാഡി. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ വീർത്തല്ലേ ഇത് ബലൂൺ പൊട്ടിത്തെറിക്കുന്നത്. അതുപോലെ ഇങ്ങനെ കൂടി അറ്റാക്ക് വരുന്ന ഓർത്താൽ മതി. ഓക്കെ, ബ്രാൻഡി കുടിച്ചാൽ കുറയും. പുതിയ കണക്ഷൻ വന്നില്ല. ബ്രാൻഡി കുടിച്ചാൽ കുറയും. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക. എങ്ങനെയൊക്കെ ഓർത്തിട്ട് നമ്മൾ ആലോചിച്ച കിട്ടണ കണക്ഷനൊക്കെ. ശരി, ഓക്കെ, ശരി. അപ്പൊ പിള്ളേർ ചേരുമ്പോൾ ചേർത്ത് പറഞ്ഞേ. വൈറ്റമിൻ B1 ഏതാ? വൈറ്റമിൻ B1 ബെറിബെറി, അതായത് 1 C വരും. അടുത്ത് B3 പെല്ലഗ്ര, 2 A വരും. അടുത്ത് B6 പരസ്തേഷ്യ, 3 B വരും. അടുത്ത് 4 വൈറ്റമിൻ B5 അല്ല B6 പരസ്തേഷ്യ അല്ല വളരെ. B6 അനീമിയാണ്. B6 അനീമിയാണ്. സോറി, B6 അനീമിയ. അടുത്ത് B5 ആണ് പരസ്തേഷ്യ കേട്ടാ. B5 പരസ്തേഷ്യ. ഓക്കെ, അപ്പൊ 1 C, 2 A, 3 D, 4 B. ഓക്കെ, ഏതാ ആൻസർ വരുന്നേ? പിള്ളേർ ഓപ്ഷൻ ബി ആൻസർ. ഓപ്ഷൻ ബി ആൻസർ വരും കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് 34-ാം ചോദ്യം. അന്തരീക്ഷ വായുവിൽ ഏതിന്റെ എല്ലാം അളവിലുള്ള വർധനയാണ്
ആഗോളതാപനത്തിന് കാരണമാകുന്നത്? മീഥെയ്ൻ, CFC, നൈട്രജൻ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ഏതൊക്കെ കൂടുമ്പോഴാണ് ആഗോളതാപനം ഉണ്ടാകുന്നതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്. നമുക്ക് സ്ഥിരം ഈ ഒരു പാറ്റേണിൽ ചോദ്യം വരുന്നതുമാണ്. കമന്റ് ചെയ്തേ. അവിടെ ഏത് വരും ആൻസർ? ഓപ്ഷൻ ബി വരും അല്ലെ? ആൻസർ ഓപ്ഷൻ ബി വരും. അതായത് മീഥേൻ ഉണ്ട്, CFC ഉണ്ട്, നീരാവി ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്നാൽ എന്തില്ല? നൈട്രജൻ ഇല്ല. എന്തില്ല പിള്ളേരെ? നൈട്രജൻ ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? നൈട്രജൻ ഇല്ല. ശരി, ആ നൈട്രേറ്റിനെ ചോദിക്കുന്നത് കേട്ടോ. അടുത്ത് ഗ്രൈൻഡേഴ്സ് ആസ്മ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്രൈൻഡേഴ്സ് ആസ്മ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കോളറ, ഗൊണേറിയ, സിലിക്കോസിസ്, ഡിഫ്തീരിയ. കോളറ, ഗൊണേറിയ, സിലിക്കോസിസ്, ഡിഫ്തീരിയ. ഇതില് ഗ്രൈൻഡേഴ്സ് ആസ്മ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ചോദ്യം. കമന്റ് ചെയ്തേ. ഗ്രൈൻഡേഴ്സ് ആസ്മ. അവിടെ ഓപ്ഷൻ സി സിലിക്കോസിസ് ആണ് ആൻസർ. സിലിക്കോസിസ് കേട്ടാ. ഓപ്ഷൻ സി സിലിക്കോസിസ് ആണ് ആൻസർ. നമുക്കറിയാം ഈ പാറക്കനിയിലും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന രോഗമാണ് ഏത്? ഈ സിലിക്കോസിസ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, അത് തന്നെയാണ് സിലിക്കോസിസ് എന്ന് പറയുന്ന രോഗം. അപ്പൊ അവിടെയല്ലേ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യുന്നത്, പാറയൊക്കെ ഗ്രൈൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൈൻഡേഴ്സ് ആസ്മ എന്നറിയപ്പെടുന്നത് സിലിക്കോസിസ് ആണ്. പാറക്കനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നതാണ് ഈ പറയുന്ന സിലിക്കോസിസ്. അപ്പം ഗ്രൈൻഡേഴ്സ് ആസ്മ എന്നറിയപ്പെടുന്നത് ഏതാണ്? സിലിക്കോസിസ് ആണ്. ഓക്കെ, അടുത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ചോദ്യം. കൈത്താങ്, പ്രത്യാശ, സാന്ത്വനം, സ്നേഹസ്പർശം. ഓക്കെ, കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? ഏതാ പിള്ളേർ ആൻസർ? ഓപ്ഷൻ എ കൈത്താങ്ങാണ്. ഓപ്ഷൻ എ കൈത്താങ്ങാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കൈത്താങ്. അടുത്ത 37ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ലോക പോളിയോ ദിനം ഒക്ടോബർ 24, ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 31, ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ഓക്കെ, ഇത് തെറ്റായ ജോഡി എന്ന് പറഞ്ഞേ. പിള്ളേരെ ഓപ്ഷൻ സി ആണ്. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 31 തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏതാ? കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30 ആണ്. ജനുവരി 30 ആണ് കുഷ്ഠരോഗ നിവാരണ ദിനം കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം. രക്തക്കുഴലുകളിൽ രക്തക്കട്ട രൂപം കൊണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള പരിശോധന ആൻജിയോഗ്രാഫി പരിശോധനയിലൂടെ ലഭിക്കുന്ന ഗ്രാഫാണ് ആൻജിയോഗ്രാം. രക്തക്കുഴലുകളിലെ രക്തക്കട്ട നീക്കം ചെയ്യാനുള്ള ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി. ഇതില് തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം. ഏതാണുള്ളത്? ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം പക്ഷാഘാതമല്ല, ഹൃദയാഘാതമാണ്. ഏതാണുള്ളത്? ഹൃദയാഘാതമാണ് ആൻസർ കേട്ടോ. ഹൃദയാഘാതമാണ് ആൻസർ. ഓക്കെ, ശരി. അപ്പം ഹൃദയങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? ഹൃദയാഘാതം. ഓക്കെ, ഇവിടെ കൊടുത്തിരുന്ന പക്ഷാഘാതം തെറ്റാണ്. പക്ഷെ ബാക്കി മൂന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 3 ചോദ്യങ്ങളാണ്. അതായത് രക്തക്കുഴലുകളിൽ രക്തക്കട്ട ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള പരിശോധനയുടെ പേരാണ് ആൻജിയോഗ്രാഫി. എന്താ പിള്ളേരെ? ആൻജിയോഗ്രാഫി. അടുത്ത് ആൻജിയോഗ്രാഫി പരിശോധനയിലൂടെ ലഭിക്കുന്ന ഗ്രാഫാണ് ആൻജിയോഗ്രാം. എന്താണ് പിള്ളേരെ? ആൻജിയോഗ്രാം. ആ പരിശോധന ലഭിക്കുന്ന ഗ്രാഫിന്റെ പേര് ആൻജിയോഗ്രാം എന്നാണ്. പിന്നെ ഈ രക്തക്കട്ട ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്ന ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി. രക്തക്കട്ട ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുന്ന ചികിത്സയുടെ പേരെന്താണ്? ആൻജിയോപ്ലാസ്റ്റി എന്നാണ്. ഓക്കെ, അടുത്ത 39ാം ചോദ്യം. താഴെ കൊടുത്തവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? എബോള, പേവിഷബാധ, റുബല്ല, മെനിഞ്ചൈറ്റിസ്. വൈറസ് രോഗമല്ലാത്ത ഏതാണ് ചോദ്യം. കമന്റ് ചെയ്തേ. ഏതാ വൈറസ് രോഗമല്ലാത്തത്? പിള്ളേരെ ഓപ്ഷൻ ഡി മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ്. ഓക്കെ, മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ. മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. എബോള, പേവിഷബാധ, റുബല്ല ഇത് 3 എന്താണ് കുട്ടികളെ? വൈറസ് രോഗങ്ങളാണ്. മെനിഞ്ചൈറ്റിസിന് കാരണം ബാക്ടീരിയൽ ആണ് കേട്ടോ.
മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ്, അത് ഓർത്തിരിക്കുക. അടുത്ത് 40-ാം ചോദ്യം. വൾക്കനൈസേഷൻ പ്രക്രിയയിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? വൾക്കനൈസേഷൻ പ്രക്രിയയിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി സൾഫർ ആണ് ആൻസർ. ഓപ്ഷൻ ബി സൾഫർ ആണ് ആൻസർ. ഓപ്ഷൻ ബി സൾഫർ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.